Once in a satellite launching mission, we got failed. Professor Satish Dhawan, ex-chairman of ISRO, took all the failure responsibilities on himself. And just after 1 year, we got succeeded in the mission. He gave the credit to me and the whole team. This is leadership quality, my friend. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം 1979-ൽ താൻ ഡയറക്ടറായിരുന്ന സാറ്റലൈറ്റ് ലോഞ്ചിങ് മിഷൻ പരാജയപ്പെട്ടപ്പോഴും പിന്നീട് ഒരു വർഷത്തിന് ശേഷം അത് വിജയിച്ചപ്പോഴും അന്നത്തെ ISRO ചെയർമാനായിരുന്ന പ്രൊഫസർ സതീഷ് ധവാന്റെ പ്രതികരണത്തെപ്പറ്റി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ എന്നിലൂടെ നിങ്ങൾ കേട്ടത്. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയും വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആ മിഷന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീം മെമ്പേഴ്സിനും നൽകുകയും ചെയ്തുകൊണ്ട് ഒരു ലീഡർ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് കാട്ടിത്തരികയായിരുന്നു പ്രൊഫസർ സതീഷ് ധവാൻ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും കുതിച്ചുയരുന്ന ഓരോ റോക്കറ്റും ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ ആവേശവും പ്രതീക്ഷയുമാണ്. സൈക്കിളിൽ റോക്കറ്റിന്റെ ഭാഗങ്ങൾ വിക്ഷേപണ സ്ഥലത്ത് എത്തിച്ചുകൊണ്ടിരുന്നതിൽ നിന്നും ലോകത്തെ ഏറ്റവും മികച്ച ബഹിരാകാശ ഏജൻസികളിൽ ഒന്നായി തലയെടുപ്പോടെ വളർന്നു നിൽക്കാൻ സാധിച്ച ISROയ്ക്ക് നമ്മോട് പറയുവാനുണ്ട് ക്രാന്തദർശികളും രാജ്യസ്നേഹികളുമായ ഒരു കൂട്ടം മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്റെ കഥ. ഞാൻ വീണ. വെൽക്കം ടു അനദർ സ്പെക്ടാക്കുലർ എപ്പിസോഡ് ഓഫ് ഗ്ലിംസസ് ഓഫ് ഇന്ത്യൻ സയൻസ്. ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ സ്ഥാപനം 1969 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ വിക്രം സാരാഭായാണ് ISROയുടെ വളർച്ചയ്ക്ക് അടിത്തറ പാകിയത്. തൻ്റെ പഠനം പൂർത്തിയാക്കിയ ശേഷം 1960കളോടെ വിക്രം സാരാഭായ് ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് തിരിഞ്ഞു. സോവിയറ്റ് യൂണിയൻ 1957-ൽ സ്പുട്നിക് വിക്ഷേപണം നടത്തിയതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഗുണനിലവാരത്തെപ്പറ്റി മനസ്സിലാക്കാൻ തുടങ്ങിയത്. 1961ലാണ് ബഹിരാകാശ ഗവേഷണത്തിന് ഔപചാരികമായി തുടക്കം കുറിച്ചത്. ബഹിരാകാശ ഗവേഷണത്തെക്കുറിച്ച് പഠിക്കാൻ ആണവോർജ വകുപ്പിനെ സർക്കാർ ചുമതലപ്പെടുത്തിയതും അക്കാലത്തായിരുന്നു. അങ്ങനെ 1962-ൽ ഇന്ത്യൻ ആണവ സാങ്കേതിക വിദ്യയുടെ പിതാവായ ഹോമി ജെ ബാബ ഇൻകോസ്പാർ, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിച്ചു. ഇൻകോസ്പാറിൻ്റെ ഡയറക്ടറായി വിക്രം സാരാഭായ് ചുമതലയേറ്റു. 1969-ൽ ഇൻകോസ്പാറിനെ ഇന്ത്യൻ സയൻസ് അക്കാദമിക്ക് കീഴിലുള്ള ഒരു ഉപദേശക സമിതിയാക്കി മാറ്റുകയും ISROയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിനടുത്ത് തുമ്പയിൽ പുതുതായി നിർമ്മിച്ച ടെൽസ് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിലായിരുന്നു സൗണ്ടിംഗ് റോക്കറ്റുകളുടെ വിക്ഷേപണം അക്കാലത്ത് നടന്നിരുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ് US മെയ്ഡ് നൈറ്റ് അപ്പാച്ചെ വിക്ഷേപിച്ചത് 1963 നവംബർ 21-നായിരുന്നു. അടുത്ത ലക്ഷ്യം രോഹിണി കുടുംബത്തിൽപ്പെട്ട സൗണ്ടിംഗ് റോക്കറ്റുകൾ സ്വന്തമായി വികസിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു. ഈ ഉദ്യമം വിജയിക്കുക തന്നെ ചെയ്തു. ഇന്ത്യയുടെ പുരോഗതിയിലേക്കായി കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന സംഭാവനകൾ തിരിച്ചറിഞ്ഞ വിക്രം സാരാഭായ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള ഉപഗ്രഹ വാഹിനികളുടെ രൂപകൽപ്പനയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ പതുക്കെ ISRO വളർന്നു വന്നു. ആര്യഭട്ടയിൽ തുടങ്ങി അടുത്ത വർഷം വിക്ഷേപണം പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ മാൻഡ് സ്പേസ് ഫ്ലൈറ്റായ ഗഗൻയാൻ വരെ എത്തി നിൽക്കുന്ന ISROയുടെ വളർച്ചയിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാം. ISROയെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. സോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ISROയുടെ കൂടുതൽ വിശേഷങ്ങളുമായി. കീപ് വാച്ചിങ് ബ്രില്യൻറ്റ് പാല ജൂനിയർ. കം ലെറ്റ്സ് ലേൺ വിത്ത് ഫൺ.